നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുരുടേശ്വര ശിവക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങൾ ഗ്രീൻ ബാങ്കോ കസിൻസ് മുരുടേശ്വര ശിവക്ഷേത്രത്തിൽ എത്തി. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 12 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. മുരുടേശ്വര അമ്പലം എത്താനായിട്ട് മംഗലാപുരത്ത് നിന്ന് 4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ മുരുടേശ്വര അമ്പലം എത്തിയത്. ശരിക്കും ഫുള്ള് ഹൈവേ ആയതുകൊണ്ട് ആ 4 മണിക്കൂർ യാത്രയുടെ വലിയ ക്ഷീണം തോന്നിയില്ല. ഇവിടെ 7 മണി തൊട്ട് 12:45 വരെയാണ് രാവിലത്തെ അല്ലെങ്കിൽ ഉച്ച വരെയുള്ള സെഷൻ്റെ ടൈമിങ്. അപ്പോൾ അതിന് മുമ്പ് 12 മണിക്കായിപ്പോൾ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കയറണം. പിന്നെ ഇവിടെ ലിഫ്റ്റാണ് ഇവിടുത്തെ പ്രത്യേകത രാഹുല അല്ലേ? ലിഫ്റ്റിൽ നിന്ന് അതിഗംഭീരമായിട്ടൊരു കാഴ്ചയുണ്ട്. മാത്രമല്ല അറബിക്കടലിന്റെ തീരത്തായിട്ടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാജഗോപുരത്തിന് മുന്നിൽ 2 ആനകൾ നിൽക്കുന്നുണ്ട്. ആനപ്രതിമ. നമ്മൾ ഒറിജിനൽ ആനകളുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ശരിക്കും ഇവിടെ നിന്നുള്ള മുകളിൽ നിന്നുള്ള കാഴ്ച ശരിക്കും സൂപ്പറാണ്. ഞാൻ മുമ്പ് ഒരു തവണ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ മാത്രമേ ഞങ്ങളാരും വന്നിട്ടില്ല. രാഹുൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഇവിടെ എൻട്രൻസിന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 20 രൂപ. അതായത് ലിഫ്റ്റിന് 20 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 10 രൂപ. അതെ, ശരിക്കും എങ്ങനെയുണ്ട് രാഹുൽ ഇതിന്റെ മുകളിലെ കാഴ്ച? നീ പോയതാണല്ലേ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കും. ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 6 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. 120 രൂപയാണ് വന്നിരിക്കുന്നത്. ഇത് ഈ ലിഫ്റ്റിനകത്തുള്ള ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 18ാമത്തെ നിലയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ചെന്നിട്ടുള്ള കാഴ്ച അതിഗംഭീരമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അതെ, നമ്മൾ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലത്തിൽ വന്ന് ലിഫ്റ്റിൽ കയറി കയറി പോകുന്നത് അല്ലേ? 18ാമത്തെ നില. വളരെ പെട്ടെന്ന് എത്തിയില്ലേ? മുകളിൽ കയറി ഒരു രക്ഷയിലാണ്. സൂപ്പറായിട്ട്. കാരണം ഇതിന്റെ മുകളിൽ നിന്ന് കാഴ്ച വെച്ചിട്ടില്ല. ഒരു ചെറിയ വിൻഡോ ആണ്. ആ വിൻഡോയിലൂടെയാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. ആ പുറകിലുള്ള കടലും പിന്നെ ആ ശിവന്റെ ആ ഒരു സ്റ്റാച്ചു എല്ലാം കൂടെ കാണുമ്പോൾ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട്. അതിവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ ക്യാമറയിലൂടെ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് റിയലായിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ വൈബ് തന്നെയാണ്. കാണ്ടുവ ഹില്ലിലാണ് ഈ 123 അടിയുള്ള ശിവന്റെ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. ഈ ശിവന്റെ സ്റ്റാച്ചു പൂർണ്ണമായിട്ടും കോൺക്രീറ്റിലാണ് പണിയെഴുപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ വൃത്തി തന്നെയാണ്. കാരണം ഒരു പ്ലാസ്റ്റിക് പോലും താഴെ കാണാൻ കഴിയില്ല. കാശിനാഥ് എന്ന ശില്പിയുടെ നേതൃത്വത്തിലാണ് ഈ ശിവന്റെ ശില്പം പണിയെഴുപ്പിച്ചത്. 3 സൈഡും അറബിക്കടലാൽ ചുറ്റപ്പെട്ടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ 18ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ അതിഗംഭീരമായ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. തിരമാലകൾ കുറവായ ഈ കടലിന്റെ കാഴ്ച നമ്മളെല്ലാവരെയും ആകർഷിക്കും. ഈ ഗോപുരത്തിന്റെയും ശിവന്റെ സ്റ്റാച്യുവിന്റെയും പണികഴിപ്പിച്ചതിന് ശേഷം ഈ സ്ഥലത്തിന്റെ തലവര തന്നെ മാറുകയായിരുന്നു. തീർത്ഥാടകർ മാത്രം വന്നുകൊണ്ടിരുന്ന ഈ സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂടി. അത് ഇവിടുത്തെ ടൂറിസം മേഖലയിൽ നല്ല രീതിയിലുള്ള വർധനമാണ് ഉണ്ടാക്കിയത്. ഈ അമ്പലം കാണാൻ വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കാലത്ത് 6 മണി മുതൽ 1 മണി വരെയാണ് ദർശനത്തിന്റെ സമയം. വൈകിട്ട് 3 മണി മുതൽ 8:15 വരെയും. അപ്പോൾ ഈ രാജഗോപുരം പണിഞ്ഞത് 2008-ലാണ്. വലിയ പഴക്കമൊന്നുമില്ല. ഏതാനും വർഷങ്ങൾ പഴക്കം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗോപുരം പണിതിരിക്കുന്നത് ഇതിനകത്ത് വിഗ്രഹമോ ഒന്നുമില്ല. നമ്മൾ ഈ റീൽസിലും അല്ലെങ്കിൽ ഒരു ഡ്രോൺ വിഷ്വലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് കണ്ട ഒരു സമയത്തൊക്കെ വിചാരിച്ചത് അതിനകത്ത് എന്തോ ഒരു വിഗ്രഹമുണ്ട്, ശിവൻ്റെ വിഗ്രഹം അകത്തുണ്ട്, അതിൻ്റെ ഗോപുരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണിതിരിക്കുന്നത് തന്നെ ലിഫ്റ്റ് അത്രയും 20ഓളം നിലയുള്ള കെട്ടിടമാണ്. അതിനകത്ത് ലിഫ്റ്റ് ഉണ്ട്. അത് 18ാം നില വരെ നമുക്ക് പോകാൻ പറ്റും. 18ാം നിലയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അപ്പുറത്ത് ശിവൻ്റെ പ്രതിമ, അതായത് ലോകത്ത് തന്നെ 2ാമത്തെ വലിപ്പമുള്ള ശിവന്റെ പ്രതിമ നമുക്ക് കൃത്യമായിട്ട് ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട് 249 ഫീറ്റ്. ഈ ഒരു ഗോപുരത്തിന് 20 നിലകളിലായിട്ട് 259 അടിയാണുള്ളത്. ഈ രാജഗോപുരം ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമനാഗപ്പ ഷെട്ടി എന്ന വ്യവസായിയുടെ സ്ഥലത്താണ്. 1977-ലാണ് ഈ ഗോപുരത്തിന്റെ പണി ആരംഭിച്ചത്. 2008-ൽ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യൻ വാസ്തുശില്പ രീതിയിലാണ് ഈ ഗോപുരത്തിന്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ശില്പങ്ങളും ഒരുപാട് കൊത്തുപണികളും ഈ ഗോപുരത്തിൽ കാണാം. ഫോട്ടോ എടുക്കാൻ വരുന്നവർക്കും ചരിത്രം അറിയാൻ വരുന്നവർക്കും ഈ ഗോപുരം എപ്പോഴും ഒരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറകെ കാണുന്ന ഈ ഒരു രാജഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി നേരെ
അമ്പലത്തിനകത്തോട്ടാണ് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ക്ലോസിംഗ് സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് കണ്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ ഉച്ചയായപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അന്നദാനത്തിന് വേണ്ടി ഇതിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ക്രൗഡായിട്ട് വന്ന് ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ 3 പേര് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേര് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. വന്ന് ലക്കിന് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും തോന്നുന്നു ഇവിടെ ഡെയിലി അന്നദാനം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ എന്തായാലും ഞാനും പ്രതീക്ഷിച്ചില്ല. ഒന്ന് കയറിയപ്പോഴാണ് ഇത് കണ്ടത്. അതായത് നമുക്ക് നോക്കാം. സാധാരണ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പ്ലേറ്റ് ഇങ്ങനെ വന്നു, പ്ലേറ്റും കയ്യും കഴുകാനായിട്ട് വെള്ളം വന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഗ്ലാസ്സിൽ വന്നു. അപ്പോൾ നമ്മളതെല്ലാം ഈ പാസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ എടുത്ത് ആ ഒരു ടൈമിങ്ങിന് എല്ലാവരും ഇങ്ങനെ എടുക്കുമ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ആദ്യം പായസം വന്നു, അതിന് ശേഷം കറി വന്നു. ഇത് അരിയും ഗോതമ്പും ഇട്ടിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ള ഒരു പായസമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടെ രണ്ടാമത്തെ ശിവന്റെ സ്റ്റാച്ചു ആണ് ദേ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അതിന്റെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നല്ല കല്ലൊക്കെ പാകിയ അടിപൊളി വഴികളാണ് ഉള്ളത്. പക്ഷെ നല്ല വെയിലുണ്ട്. ശിവന്റെ സ്റ്റാച്ചു കാണാനായിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കയറി വരുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് ഈ രാജഗോപുരം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. കാരണം നല്ല വൃത്തിയിൽ, എത്ര നേരം നമ്മളതിൻ്റെ തൊട്ട് താഴത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകിൽ കുറച്ച് ദൂരെ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതിൻ്റെ കൃത്യമായിട്ടുള്ള കൊത്തുപണികളെല്ലാം നമുക്ക് ഇതിനകത്ത് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഭൂ കൈലാസ കേവ് എൻട്രൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് കയറിയിട്ട് അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതെല്ലാം കാണിച്ചത് ശിവന്റെ സ്റ്റാച്ചുവിന് അകത്താണ് ഈ കേവ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറി എന്താ കാഴ്ചകളുള്ളത്. ശരിക്കും ഈ കേവിനകത്ത് ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഓരോ കഥയെ ആസ്പദമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ശരിക്കും ഈ സ്റ്റാച്ചു ഒക്കെ ഭയങ്കര പെർഫെക്ഷനിലോടുകൂടിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും നല്ല രീതിയിൽ എല്ലാ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ വർക്കും നമുക്ക് ഗംഭീരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതെ, മാത്രമല്ല ഞാൻ ഇത് കയറിയ ഉടനെ നോക്കുന്നത് ഇതൊക്കെ ആരൊക്കെയാണ്, ഏത് കഥാപാത്രങ്ങളാണെന്ന് നോക്കിയതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും അത് സീതയാണ്. ഇത് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ ഉള്ളത്. പിന്നെ രാവണൻ സീതയെ പിടിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെയാണത്. ഇതിന്റെ കഥ അറിയാത്തവർക്കായിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ബോർഡോ എന്തെങ്കിലും കൂടി വെച്ചാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ആളുകൾക്ക് ഒന്ന് മനസ്സിലായേനെ. പക്ഷേ അങ്ങനെ ഒരു ബോർഡൊന്നും ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ സ്പീക്കറിൽ ഇത് അനൗൺസ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. അനൗൺസ്മെന്റ് അല്ല, ഈ കഥയെക്കുറിച്ചിട്ടുള്ളൊരു വിവരണം മാത്രമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇതിൽ കേൾക്കാൻ പറ്റുന്നത്. അതും അത് ഹിന്ദിയിലാണ് ഈ അനൗൺസ്മെന്റ് കേൾക്കുന്നത്. രാവിലെ എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്? പുരാണങ്ങളിലെ കുറേ കാര്യങ്ങൾ ഇവിടെ ഒരു പ്രതിമ രൂപത്തിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് പുരാണം പ്രോപ്പറായി അറിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കത് ഡീറ്റെയിൽ അറിയുന്നില്ല. നിങ്ങൾക്ക് അറിയണേ എനിക്ക് പറഞ്ഞുതരാം. അതെ, ഉള്ളിൽ ഇങ്ങനെ കയറി നോക്കിയപ്പോൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഒരു ചെറിയ മ്യൂസിക് പോലെ ഒരു ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നല്ലാതെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാനോ ഒന്നും പറ്റില്ല. പൊതുവെ ഈ ഇങ്ങനത്തെ മ്യൂസിയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ലഘുവായിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ കഥാപാത്രങ്ങൾ നോക്കിയപ്പോൾ രാവണന്റെ കഥയാണ് ഈ ഉടനീളം നമ്മൾ കണ്ടത്. രാവണൻ ദേവനായി മാറാൻ വേണ്ടിയിട്ട് ആത്മലിംഗത്തിന് വേണ്ടിയിട്ട് ശിവനെ തപസ്സിരിക്കുകയാണ്. ശിവനെ തപസ്സിരുന്നിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആത്മലിംഗം ചോദിക്കും. അപ്പോൾ ശിവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിലത്ത് വെക്കാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ലങ്കയിലേക്ക് കൊണ്ടുപോകാനാണ് രാവണൻ ശ്രമിച്ചത്. വില്ലനാണല്ലോ നമ്മളെയൊക്കെ രാവണൻ. ആ രാവണനെ ഈ ആത്മലിംഗം പോലുള്ള സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ദേവന്മാർക്ക് അതൊരു ദോഷം ചെയ്യുന്നുള്ള രീതിയിൽ നാരദൻ വിഷ്ണുവിനോടും ഗണപതിയോടും
പോയി ഹെൽപ്പ് ചോദിക്കുകയാണ്. ഗണപതി വന്ന് ഒരു വാമനനായിട്ട് വന്ന് ഇവിടെ വന്നിട്ട് രാവണനെ പറ്റിച്ചിട്ട് സംഭവം കൈക്കലാക്കുകയും അത് നിലത്ത് വെക്കുകയും ചെയ്തു. നിലത്ത് വെച്ചതോടുകൂടി രാവണൻ അത് കിട്ടാതെ ആവുകയാണ്. അങ്ങനെയാണ് ഒരു കഥ അവിടെ പോകുന്നത്. അപ്പൊ അത് പറിച്ചെടുക്കാൻ നോക്കിയിട്ട് കിട്ടാതെ അത് ചെതറിപ്പോയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഈ ലിംഗം മാറി മാറി വീണു. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ ഒരു അങ്ങനെ ഒരു ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് കർണാടകയിലെ ഉടുപ്പി കഴിഞ്ഞ് ഗോവ പോകുന്ന റൂട്ടിൽ ബത്കൽ കഴിഞ്ഞിട്ടാണ് മുരുടേശ്വര ശിവക്ഷേത്രം വരുന്നത്. മംഗലാപുരത്ത് നിന്ന് 157 കിലോമീറ്ററാണ് ഈ ശിവക്ഷേത്രത്തിലേക്കുള്ളത്. ഉടുപ്പിയിൽ നിന്ന് 103, മൂകാംബയിൽ നിന്ന് 60 കിലോമീറ്റർ. ട്രെയിൻ മാർഗം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ആദ്യം ടിക്കറ്റ് എടുക്കേണ്ടത് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മംഗലാപുരത്ത് നിന്ന് മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് തന്നെ ഒരുപാട് ബസ്സുകൾ മുരുടേശ്വരക്കുണ്ട്. ഇതല്ലാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഷൊർണൂരിൽ നിന്ന് ഗോവ പോകുന്ന ട്രെയിനിൽ കയറി ബത്കൽ ഇറങ്ങുക. അവിടെ നിന്ന് 19 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക്. അവിടെ നിന്ന് ഒരുപാട് ബസ്സുകളുണ്ട്. മുരുടേശ്വര അമ്പലത്തിൻ്റെ സൈഡായിട്ട് ഒരു വലിയൊരു ബീച്ചുണ്ട്. അവിടെ തന്നെ ബോട്ടിങ്ങും അതുപോലെ ജെറ്റ് സ്കീ, സ്കൂബ ഡൈവിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളും കടകളും ഉണ്ട്. അതുപോലെ ഐസ്ക്രീം കോർണേഴ്സ്, സ്നാക്സ് കഴിക്കാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈവനിങ് ടൈമുകളിൽ വന്നാൽ പ്രോപ്പറായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഈ സ്കൂബ ഡൈവിങ്ങോ ബോട്ടിങ്ങോ ഒക്കെ എടുക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. അത് ഓതറൈസ്ഡ് ആണോ ഗവൺമെൻറ് അപ്രൂവൽ ആണോ ശ്രദ്ധിച്ച് നോക്കിയെടുക്കും. മാംഗ്ലൂരിൽ നിന്ന് ഗോവയ്ക്ക് പോകുന്ന റോഡിലാണ് ഈ കവാടം വരുന്നത്. ഇതാണ് മുരുടേശ്വർ അമ്പലത്തിൻ്റെ കവാടം. ഇതിനകത്താണ് മുരുടേശ്വർ അമ്പലം ഉള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ കാഴ്ചകളും ബാക്കിലെ ശിവൻ്റെ കാഴ്ചകളും അവിടുത്തെ എല്ലാ ചരിത്രങ്ങളെല്ലാം കണ്ടു. മാത്രമല്ല അവിടുത്തെ ബീച്ചിൽ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. നമ്മൾ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയില്ല, കാരണം നല്ല വെയിലായിരുന്നു. മാത്രമല്ല അവിടുത്തെ ബോട്ട് സഫാരി എല്ലാം ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് അതിലൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ മൂകാംബിക്ക്.